Hi, welcome back. It's me from Tanzira Ritseju. Today I would like to discuss about some most important questions from management accounting for the 6th semester Bcom Kannur University degree students. അതായത് നമ്മുടെ 6th സെമസ്റ്ററിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം തുടങ്ങാൻ സാധ്യത പെട്ടെന്ന് തന്നെ ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടിരുന്നു. എല്ലാ ഒരുക്കങ്ങളും തയ്യാറായി എന്നാണ് അറിയാൻ സാധിച്ചത്. സോ വിതിൻ ഷോർട്ട്ലി യു വിൽ ഹാവ് എ യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ഓർഡറിൽ തന്നെ ഫസ്റ്റ് വരുന്ന സബ്ജക്റ്റിൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഈ എക്സാമിന് വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു സബ്ജക്റ്റ് മാത്രമാണ് നമ്മുടെ 6th സെമസ്റ്റർ ബികോം സിലബസിലുള്ള കുട്ടികൾക്കുള്ള പ്രോബ്ലം പേപ്പർ, ബാക്കിയൊക്കെ തിയറിയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഈ സബ്ജക്റ്റിൻ്റെ പേര് പോലെ തന്നെ എന്താണ് ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നാണ്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻ സച്ച് എ വേ ആസ് ടു അസിസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഇൻ creation of policy and the day-to-day operations of an undertaking. According to Anglo-American Council on Productivity defines accounting. Management accounting is the presentation of accounting in such a way as to assist the management in creation of policy and the day-to-day operations of an undertaking. Next question, what are the objectives എന്നാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. അതായത് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ, അതുപോലെ ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിങ് പെർഫോമൻസ്, helpful in interpreting financial information, അതുപോലെ motivating the employees, helpful in making decisions, reporting to management, and helps in coordination. Then next question, differences between financial accounting and management accounting എന്നാണ്. അതിൽ ഒബ്ജക്റ്റീവിൻ്റെ ബേസിൽ പറയുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു റെക്കോർഡ് ദ വേരിയസ് ട്രാൻസാക്ഷൻ ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷനാണ്. വേറാസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ ദ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് ആണ്. ദെൻ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ വെച്ച് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കൺസേൺ വിത്ത് അസസിങ് ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ് ആസ് എ ഹോൾ, whereas management accounting deals with separately different units, department, etc. Then financial accounting is compulsory, whereas management accounting is not at all a compulsory one. Then financial accounting deals with the analytical figures, only actual figures, whereas management accounting deals actual figures and approximations also. Then financial accounting is governed by the general accepted accounting principles, whereas management accounting no set principles are followed. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലെ മെയിനായിട്ടുള്ള ഡിഫറൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. നമ്മൾ ഒരുപാട് ടൂൾസ് പഠിച്ചിട്ടുണ്ട്. അതിൽ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, ട്രെൻഡ് അനാലിസിസ്, ഇതുപോലെയുള്ള കുറേ ടൂൾസ് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലവും തിയറിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ റേഷ്യോ അനാലിസിസും ഒരു ടൂളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇവിടെ പോകുന്നില്ല, ജസ്റ്റ് പേര് മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ പിന്നെ ചോദിക്കുന്നത് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്നാണ്. അപ്പോൾ റേഷ്യോ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ റേഷ്യോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു ഹാവ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ബിറ്റ്വീൻ ദ ഫിഗേഴ്സ് ആണ്. സോ ഇൻ ഓർഡർ ടു ഹാവ് എ അരിത്മെറ്റിക്കൽ എക്സ്പ്രഷൻ ഓർ ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് വി ഹാവ് ടു യൂസ് റേഷ്യോസ്. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്സ്, ദെൻ അതുപോലെ ചേഞ്ച് ഓഫ് അക്കൗണ്ടിങ് പ്രൊസീജിയർ മേക്സ് ദ അനാലിസിസ് ഓഫ് റേഷ്യോസ് മിസ്ലീഡിങ്. അക്കൗണ്ടിങ് പ്രൊസീജിയർ ചേഞ്ച് ചെയ്യുമ്പം നമ്മൾ റേഷ്യോസിലൂടെ കിട്ടുന്ന കൺക്ലൂഷൻ മിസ്ലീഡിങ് ആവും. അതുപോലെ തന്നെ ഇറ്റ് മേ ബി സബ്ജക്റ്റ് ടു പേഴ്സണൽ ബയാസ്. അതുപോലെ പ്രൈസ് ലെവൽ ചേഞ്ചസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് റേഷ്യോയിലും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന രീതിയിലുള്ള ലിമിറ്റേഷൻസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോൾവൻസി റേഷ്യോ എന്നാണ്. അപ്പോൾ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ലോങ് ടേം പിന്നെ ലയബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നോക്കുന്ന ഒരു റേഷ്യോ ആണ്. ദിസ് റേഷ്യോസ് ആർ യൂസ്ഡ് ടു നോ ദ എബിലിറ്റി ടു മീറ്റ് ദ ലോങ് ടേം ഒബ്ലിഗേഷൻ.
അത്രത്തോളം നമ്മളെ ലോങ് ടേം ഒബ്ലിഗേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നോക്കാനുള്ളൊരു ഇൻഡിക്കേറ്ററാണ് സോൾവൻസി റേഷ്യോ. അതിൽ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ പോലെയുള്ളതാണ് സോൾവൻസി റേഷ്യോയിൽ വരുന്നത്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ? മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രമാത്രം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ദീസ് റേഷ്യോസ് ആർ കൺസേൺ വിത്ത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ ഷെയർ ഹോൾഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് എത്രമാത്രം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന റേഷ്യോ ആണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. ഇതിൽ മെയിനായിട്ട് വരുന്ന റേഷ്യോ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ പോലെയുള്ളതാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് യൂസസ് ആണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടു നോ ദ പൊസിഷൻ ചേഞ്ചസ് ഇൻ ദ ക്യാഷ് പൊസിഷൻ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നമ്മൾ ക്യാഷിൻ്റെ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ക്യാഷിൻ്റെ ഇൻഫ്ലോസ് നമുക്ക് മെയിനായിട്ട് 3 സോഴ്സിലൂടെ നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഈ 3ലൂടെ നമുക്ക് ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. It is a statement which describes the inflows and outflows of cash and cash equivalents in an enterprises during a specified period of time. അതാണ് CFS അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ യൂസസ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് ക്യാഷ് പൊസിഷൻ ഓഫ് ദ ഫേം. ദെൻ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ഓർഡർ ടു നോ ദ ഫ്യൂച്ചർ ക്യാഷ് പൊസിഷൻ നമുക്ക് പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോ വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ദ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് ഓൾസോ യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. അതായത് നമുക്ക് എപ്പം ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഫിക്സഡ് അസറ്റ് എപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ CFS provides information of all the activities classified under operating, investing and financing activities which helps to know the working capital position. അപ്പോൾ ഈ 3 സോഴ്സസിലൂടെയുള്ള ക്യാഷ് മൂവ്മെൻറ്റ് അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ തീരുമാനിക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയാണ് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസസ് ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 8ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ additional unit of product ആണ് marginal costing. It is a technique of determining the amount of change in the aggregate cost due to an increase of 1 unit over the existing level of production. നമ്മളിപ്പോഴുള്ള ലെവൽ ഓഫ് പ്രൊഡക്ഷനിൽ നിന്ന് ഒരു യൂണിറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ യൂണിറ്റിന് വേണ്ടി വരുന്ന കോസ്റ്റ് തീരുമാനിക്കുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ്. ദെൻ അതിൻ്റെ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ക്രൈറ്റീരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ മാനേജീരിയൽ മാർജിനൽ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് മേക്ക് ഓർ ബൈ ഡിസിഷൻ, അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ഡിസിഷൻ. നമ്മളതൊരു ഫേം ഷട്ട് ഡൗൺ ചെയ്യണോ അല്ല കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കാൻ, അതുപോലെ തന്നെ ഒരു പ്രത്യേക എമൗണ്ട് ഓഫ് കോസ്റ്റിൽ വരുന്ന സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മേക്ക് ഓർ ബൈ ഡിസിഷൻ. പിന്നെ അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കീ ഫാക്ടർ പ്രോബ്ലം നമ്മൾ ബിസിനസ്സിലുണ്ടെങ്കിൽ, മേ ബി റോ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ്, പവറിൻ്റെ ഷോർട്ടേജ്, ഫിനാൻസിൻ്റെ ഷോർട്ടേജ്, അങ്ങനെ എന്തെങ്കിലും കീ ഫാക്ടർ ഉണ്ടെങ്കിൽ ആ കീ ഫാക്ടർ മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് നോക്കാൻ നമ്മൾക്ക്, അപ്പോൾ ആ കീ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഏതാണോ അവിടെ സ്കേഴ്സിറ്റി ആയിട്ടുള്ളത് ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഇല്ലാതാക്കാൻ നമുക്ക് ഈ പറയുന്ന കീ ഫാക്ടർ പ്രോബ്ലം മനസ്സിലാക്കാൻ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മേക്ക് ഓർ ബൈ ഡിസിഷൻ. സോ ദീസ് ആർ ദ മാനേജീരിയൽ അപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ, BEP, CVP, PV റേഷ്യോ, ഹൗ ഇറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റ്. ഇതൊക്കെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ ഉപയോഗിക്കുന്ന സ്മോൾ ടേംസ് ആണ്. ഇത് ഓരോന്നിനും ഇക്വേഷൻ രൂപത്തിൽ ചെയ്യാനുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ അതിൻ്റെ കൂടെ വരുന്ന ടേമാണ് മാർജിൻ ഓഫ് സേഫ്റ്റിയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലാസ്റ്റ് ഞാൻ 20ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ പിന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടേംസ് കോൺട്രിബ്യൂഷൻ മീൻസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്ന ഫിഗറാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ വേറൊരിടത്ത് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത് BP ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ ആണ്. അവിടെ നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് സെയിൽസ് വോളിയം അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ് ആണ് ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ദെൻ നെക്സ്റ്റ് ടേം വരുന്നത് അതിൽ വരുന്നതാണ് CVP കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. വെരി ഇമ്പോർട്ടൻറ്റ് ടേം വിത്ത് റിഗാർഡ് ടു മാർജിനൽ കോസ്റ്റിംഗ്. ഈ CVP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ സ്റ്റഡിയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് വോളിയം ആൻഡ് പ്രോഫിറ്റ്. അതായത് മെയിനായിട്ടുള്ള 3 ഫാക്ടേഴ്സ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് ആണ്. ഈ 3 ഫാക്ടേഴ്സും ഇൻ്റർ കണക്റ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുന്ന ഒരു ടെക്നിക്കാണ് CVP അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് CVP അനാലിസിസ് പോലെ തന്നെ നെക്സ്റ്റ് ടേമാണ് PV റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ. പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് മാർജിനൽ റേഷ്യോ വിച്ച് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ്. കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് PV റേഷ്യോ. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ PV റേഷ്യോ ഇസ് ഈക്വൽ ടു C/S, ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. അല്ലെങ്കിൽ വേറെ അടുത്ത് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇട്ടാലും കിട്ടും. കാരണം കോൺട്രിബ്യൂഷൻ കാണാൻ വേറൊരു ഫോർമുലയാണ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അത് രണ്ടും ആഡ് ചെയ്തിട്ട് സെയിൽസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തതിനാലും നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനെ സെയിൽസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തതിനാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് മാർജിനൽ കോസ്റ്റിംഗ് വരുന്ന ടേം. ദെൻ പിന്നെ ഹൗ ഇറ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ഫോർമുലയാണ്. ഞാനിവിടെ ഫോർമുലയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യത വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എക്സ്ട്രാ ചിലവിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിൽ വേരിയബിൾ കോസ്റ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റിനെ നമ്മൾ കോൺട്രിബ്യൂഷൻ്റെ കൂടെ ആഡ് ആണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മാസ്റ്റർ ബജറ്റ്. മാസ്റ്റർ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സം ടോട്ടൽ ഓഫ് ഓൾ ബജറ്റ്, അല്ലെങ്കിൽ ഇത് സമ്മറി ബജറ്റാണ് മാസ്റ്റർ ബജറ്റ്. അതായത് പ്രൊഡക്ഷൻ ബജറ്റ്, സെയിൽസ് ബജറ്റ്, പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബജറ്റ്, അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ബജറ്റ് ഉണ്ട്. ഫ്ലെക്സിബിൾ ബജറ്റ്, ക്യാഷ് ബജറ്റ് പോലെയുള്ള. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു സം ടോട്ടലാണ് മാസ്റ്റർ ബജറ്റ്. എല്ലാ ഇൻഡിവിജ്വൽ ബജറ്റും പ്രിപ്പയർ ചെയ്തതിനെ ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ബജറ്റാണ് മാസ്റ്റർ ബജറ്റ്. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഡു യു മീൻ ബൈ ബജറ്ററി കൺട്രോൾ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അതായത് നമ്മൾ ഈ ബജറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ബജറ്ററി കൺട്രോൾ. അതായത് ഇഫ് ദ മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു കൺട്രോൾ ദ എൻ്റയർ ആക്ടിവിറ്റീസ് ബൈ പ്രിപ്പയറിങ് ബജറ്റ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബജറ്ററി കൺട്രോളിന് പിന്നെ എന്താണ് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. എന്തിനാണ് ഇങ്ങനെ ബജറ്ററി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ ഒരു കോർഡിനേഷൻ കിട്ടാൻ വേണ്ടി, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തത് ഒബ്ജക്റ്റീവിൽ പറയുന്നത്, ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത് ടു ഓപ്പറേറ്റ് വേരിയസ് കോസ്റ്റ് സെൻറ്റേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് എഫിഷ്യൻസി ആൻഡ് ഇക്കോണമി. നല്ല എഫിഷ്യൻ്റായിട്ട് ഓരോ കോസ്റ്റ് സെൻറ്റേഴ്സും വർക്ക് ചെയ്യാനാണ് നമ്മൾ ബജറ്ററി കൺട്രോൾ തീരുമാനിക്കുന്നത്. ദെൻ പിന്നെ പറയുന്നത് ടു എലിമിനേറ്റ് ദ വേസ്റ്റ് ആൻഡ് ദബൈ ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി. വേസ്റ്റൊക്കെ എലിമിനേറ്റ് ചെയ്ത് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ടു റെഡ്യൂസ് ദ അൺസർട്ടനിറ്റി, അതായത് അൺസർട്ടനിറ്റി പരമാവധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബജറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് അത് നമ്മളെ കൺട്രോളിങ് പേർപ്പസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരമാവധി വരെ അൺസർട്ടനിറ്റീസ് കുറക്കാൻ പറ്റും. പിന്നെ വരുന്നത് ബജറ്ററി കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവിൽ ടു ഫിക്സ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് വാരിയസ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഓരോ ഓർഗനൈസേഷൻ നമ്മൾ ഓരോ വർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവരുടെ ആക്ച്വൽ പെർഫോമൻസ് നോക്കുമ്പോൾ ആക്ച്വൽ പെർഫോമൻസ് കുറവാണെങ്കിൽ നമുക്ക് അവരുടെ മേലെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ടു ഷോസ് ദ മാനേജ്മെൻറ്റ് വേർ ആക്ഷൻ ഈസ് നീഡഡ് ടു കറക്റ്റ് ദ ഇൻഎഫിഷ്യൻറ്റ്. മാനേജ്മെൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഒരു ടൂളായ ബജറ്ററി കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് of a budgetary control.
Then next question എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ലിമിറ്റേഷൻ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബഡ്ജറ്ററി കൺട്രോൾ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ടേമാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നമ്മളവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോൾ സ്റ്റെപ്പിൽ പറയുന്ന പോലെ ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ഓൾമോസ്റ്റ് അടുത്ത രണ്ട് ടേംസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, എന്നിട്ട് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യും, എന്നിട്ട് ഈ സ്റ്റാൻഡേർഡും ആക്ച്വലും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡീവിയേഷൻസ് ഓവർകം ചെയ്യാനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കും. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോളിലും എടുക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലും എടുക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മീൻസ് according to the terminology of cost accountancy, standard costing is the preparation and use of standard cost, their comparison with the actual cost and the analysis of variance to their causes and points of incidence. എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, ദെൻ ദെയർ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ കോസ്റ്റ്, അതും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക, ദെൻ ആൻഡ് ദ അനാലിസിസ് ഓഫ് വേരിയൻസ് ടു ദെയർ കോസസ്, എന്താണ് രണ്ടും തമ്മിൽ ഡിഫറൻസ്, അതിൻ്റെ കോസസ് കണ്ടുപിടിക്കുക, ആൻഡ് പോയിന്റ്സ് ഓഫ് ഇൻസിഡൻസ്. സോ ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ദ ടെർമിനോളജി ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി റിഗാർഡിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് അതിൻ്റെ കൂടെ ചോദിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് ഹ്യൂജ് ടെക്നിക്കൽ സ്കിൽ. അതായത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അതിന് ടെക്നിക്കൽ സ്കിൽ ഒരുപാട് ആവശ്യമാണ്. അതുപോലെ തന്നെ ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയൊക്കെ ഒരുപാട് യൂസ് ചെയ്യണം, അതൊരു ലിമിറ്റേഷനാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ. പിന്നെ വരുന്നത് ദിസ് സിസ്റ്റം ഈസ് വെരി എക്സ്പെൻസീവ്. അതായത് ഇങ്ങനെയുള്ള ഓരോ മോഷൻ സ്റ്റഡിയും ടൈം സ്റ്റഡിയും ഒക്കെ കണ്ടക്ട് ചെയ്ത് ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ ഒരുപാട് ചിലവുള്ളതാണ്. അതുകൊണ്ട് സ്മോൾ ഫേംസിന് ഇതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ വേർ ജോബ്സ് ആർ ഡൺ അക്കോർഡിംഗ് ടു കസ്റ്റമർ സ്പെസിഫിക്കേഷൻ. അതായത് കസ്റ്റമർ സ്പെസിഫിക്കേഷൻ ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമ്മൾ ടേസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റിൻ്റെ കേസിൽ കസ്റ്റമൈസേഷൻ ആപ്ലിക്കബിൾ ആകുന്ന കേസിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെൻ എംപ്ലോയീസ് ഫെയിൽ ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് സെറ്റ് ദെയർ മൊറൽ വിൽ ബി അഡ്വേഴ്സ്ലി എഫക്റ്റഡ്. അപ്പോൾ ഓരോ എംപ്ലോയീസിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ ഓരോ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എംപ്ലോയീസ് ആ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ മൊറലിനെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെ മൊറലിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സാലറിക്ക് പ്രശ്നം വരും. അവിടെ അപ്പോൾ റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് ആവില്ല, ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ബിസിനസ് കണ്ടീഷൻ ചേഞ്ചസ് ഫ്രീക്വൻ്റ്, ഇടയ്ക്കിടെ ബിസിനസ് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇറ്റ് ബിക്കംസ് എസെൻഷ്യൽ ടു റിവൈസ് ദ സ്റ്റാൻഡേർഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടേ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഈസ് കോസ്റ്റ്ലി അഫെയർ ആണ്. അതുകൊണ്ട് സ്മോൾ ഫേംസിന് അതിൻ്റെ കോസ്റ്റ് താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാമൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ദെൻ പിന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് അനാലിസിസ് ഓഫ് വേരിയൻസ്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ആ വേരിയേഷനാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ടൈപ്പ് വേരിയൻസ് ഉണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ: മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസും ഓവർഹെഡ് വേരിയൻസും. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത് വാട്ട് ഈസ് MCV, MPV, MUV, LCV, LRV, LEV. അറിയാം, MCV എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയലിൽ നിന്ന് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. അതുപോലെ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് ആണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് അല്ലെങ്കിൽ MPV എന്ന് പറഞ്ഞാൽ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ആണ്. പിന്നെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും ആക്ച്വൽ
ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് കൊണ്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോർമുല സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ MPVയും MEVയും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് MCV അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അതുപോലെ ലേബർ വേരിയൻസ് ആണ് LCV. LCV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ദ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബറും ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫോർമുലേറ്റ് പറയുമ്പോൾ LCV ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ ആണ്. ഇനി ലേബർ റേറ്റ് വേരിയൻസ് LRV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് LCV. LCVൻ്റെ ഒരു ഭാഗമാണ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡ് ആൻഡ് ദ ആക്ച്വൽ റേറ്റ് സ്പെസിഫൈഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമുലയിൽ പറയുമ്പം LRV അല്ലെങ്കിൽ ലേബർ റേറ്റ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ആണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് LEV എന്ന് പറഞ്ഞാൽ it is that portion of LCV which arises due to the difference between standard hours specified for the actual output and the actual hours. Standard hoursum actual hoursum തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫോർമുല LEV ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം ആണ്. ഇതാണ് ഈ ടേംസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ITV ആൻഡ് വാട്ട് ആർ ദ കോസസ് ഓഫ് ITV? 17ാമത്തെ ക്വസ്റ്റ്യൻ. ITV എന്ന് പറഞ്ഞാൽ ഐഡിൽ ടൈം വേരിയൻസിൻ്റെ ഷോർട്ടാണ് ITV. ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് LCV ലേബർ കോസ്റ്റ് വേരിയൻസിൻ്റെ ഒരു ഭാഗമാണ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ അബ്നോർമൽ ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നസ്, പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര. അതായത് മെഷീൻ ബ്രേക്ക് ഡൗൺ കൊണ്ടോ സിക്നസ് കൊണ്ടോ ഏതെങ്കിലും എംപ്ലോയീസിൻ്റെ അസുഖം കാരണമോ കറണ്ടിൽ പവർ ഇല്ലാത്തത് കാരണം നമുക്ക് എന്തെങ്കിലും ടൈമിലുള്ള വേരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതാണ് ഐഡിൽ ടൈം വേരിയൻസ്. ദ അബ്നോർമൽ ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നസ്, പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര ആണ്. അപ്പോൾ അത് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ITV കാണാനുള്ള ഫോർമുല ഐഡിൽ ടൈം വേരിയൻസ് ഈസ് ഈക്വൽ ടു അബ്നോർമൽ ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. നമ്മൾ എത്ര ടൈമാണോ ഇങ്ങനെ വേസ്റ്റ് ആക്കിയത് അത് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ് ITV. Then നമ്മൾ ITV it should be noted that idle time variance would always be unfavorable ആയിരിക്കും. കിട്ടുന്ന ആൻസർ അൺഫേവറബിൾ ആയിരിക്കും. അതിൻ്റെ കോസസ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പിന്നെ സിക്നസ്, വർക്കേഴ്സിൻ്റെ പെട്ടെന്നുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ പവർ ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയാൽ, അതായത് നമ്മളെ കൺട്രോളിനപ്പുറം വരുന്ന എന്തെങ്കിലും റീസൺ കൊണ്ട് ഇതുപോലെയുള്ള വേരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത്രയും നമ്മൾ പറഞ്ഞത് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള തിയറിയാണ്. പിന്നെ വേറൊരു തിയറിയാണ് ഇതുപോലെ മാർജിനൽ കോസ്റ്റിങ്ങിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഞാൻ പറയാതിരുന്ന തിയറി മാർജിൻ ഓഫ് സേഫ്റ്റിയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സെയിൽസും BP സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലെങ്കിൽ MS എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആക്ച്വൽ സെയിൽസ് മൈനസ് BP സെയിൽസ്, അതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ഇറ്റ് ഈസ് ആൻ ആംഗിൾ ഫോംഡ് അറ്റ് BP പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ അത് ആ പോയിന്റിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാലാണ് കമ്പനീൻ്റെ പ്രോഫിറ്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ. അതായത് ആ പോയിന്റ് ഇത് അധികരിക്കുമ്പോൾ ഓർഗനൈസേഷന് നല്ല ഗുഡ് സിഗ്നലാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതുപോലെയുള്ള ടേം 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ടേമാണ്. പിന്നീട് നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ തിയറിയിൽ തന്നെ പിന്നെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, നമ്മൾ സോൾവൻസി റേഷ്യോ പറഞ്ഞ പോലെ തന്നെ ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഷോർട്ട് ടേം സോൾവൻസി പൊസിഷൻ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് സോൾവൻസി റേഷ്യോ. പിന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ് ഉണ്ട്, ഞാൻ അവിടെ അത് ഇമ്പോർട്ടൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എന്താണ് പിന്നെ ക്യാഷ് ബഡ്ജറ്റ് എന്താണ് എന്നുള്ള തിയറി ചോദിക്കുന്നതിന് പകരം ക്യാഷ് ബഡ്ജറ്റിൻ്റെ പ്രോബ്ലം എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത്രയാണ് മെയിനായിട്ട് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത തിയറീസ്. ഇനി നമുക്ക് പ്രോബ്ലം സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂളിന് പ്രോബ്ലം ഉണ്ടാവില്ല, അത് തിയറി മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, കോമൺ സെൻസ്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, റേഷ്യോ, ട്രെൻഡ് അനാലിസിസ്, അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കുന്ന ഈ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോൻ്റെ പെർസെൻറ്റേജ് എല്ലാം കണ്ടിട്ട് നിങ്ങളോട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്ന രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ചോദിക്കും. പിന്നെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ
ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും അതൊക്കെ തരംതിരിച്ച് കണ്ടുപിടിക്കാനും അതിൻ്റെ ഫൈനൽ ബാലൻസ് കണ്ടുപിടിക്കുക, അതായത് ക്യാഷ് പൊസിഷൻ, അതായത് ഓപ്പണിംഗ് ക്യാഷ് പൊസിഷനും ക്ലോസിംഗ് ക്യാഷ് പൊസിഷനും നോക്കുന്നത്, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ BPയും കോൺട്രിബ്യൂഷനും CVP അനാലിസിസും അതൊക്കെ ടേംസ് എല്ലാം വരുന്ന മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം. പിന്നെ ഈ ബഡ്ജറ്റിങ്ങിൻ്റെ ചാപ്റ്ററിൽ നിന്ന് കാര്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസാണ് ഫ്ലെക്സിബിൾ ബജറ്റും അതുപോലെ തന്നെ ക്യാഷ് ബജറ്റും നിർബന്ധമായി ചോദിക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മൊഡ്യൂളിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടേംസ് MCV, MUV, LCV, LRV, LEV പോലെയുള്ള കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ചോദിക്കാൻ സാധ്യത. അപ്പോൾ ഇത്രയും ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ ഞാനിവിടെ വിത്ത് ആൻസർ അടക്കം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 20 ക്വസ്റ്റ്യൻ്റെ ആൻസറും എൻ്റെ ചാനലിലുണ്ട്. ഞാൻ ചാനലിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടാതെ തന്നെ ക്ലാസ് നിങ്ങൾ സിലബസ് വൈസ് മൊഡ്യൂൾ വൈസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10-21 ക്ലാസ് ഉണ്ട്. ഒന്നാമത്തെ ഞാനത് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആൽഫബറ്റിക് അസെൻഡിങ് ഓർഡറിൽ 1 to 21. ഇത്രയും ക്ലാസ് എൻ്റെ ചാനലിലുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ. അത് നിങ്ങൾ ആ ക്ലാസ് കാണാം. ഈ ഉത്തരത്തിൽ ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്ലാസ് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. സോ എല്ലാവർക്കും ഒന്നും കൂടി ഒരു പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ വിഷ് അധികം തരുന്നു. എല്ലാവരും നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. വിഷ് യു ഓൾ ദ സക്സസ് ഇൻ ദ കമ്മിങ് എക്സാം. താങ്ക് യു ഫ്രം റിറ്റ്സ് എജു.